കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി പോലീസിനെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഫ്രഷ് കട്ട് അധികൃതർ മീഡിയ വണിനോട്. സമരസമിതിയിലെ വിരലിലെണ്ണാവുന്ന ചില ആളുകളുടെ അജണ്ടയാണ് ഇവിടെ നടന്നത്. വർഷങ്ങളായി നാട്ടുകാർ നടത്തുന്ന സമരത്തിൽ ഇതുവരെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇവിടെ മുൻപ് ജോലി ചെയ്ത രണ്ടുപേർ സമരത്തിന് മുന്നിലുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഫ്രഷ് കട്ട് അധികൃതർ പറഞ്ഞു. നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ അല്ല ആഗ്രഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നായിരുന്നു അതിൻ്റെ അജണ്ട. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. മോറോവർ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസും ഉണ്ട്, അവരുടെ സപ്പോർട്ടും. ഇപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഒരു വ്യവസായിക്ക് ഉണ്ടാവില്ല. അതെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പം പോലീസിനെ പ്രതിരോധത്തിലാക്കാനാണ് ഈ സ്ത്രീകളും കുട്ടികളും മുമ്പിൽ വെക്കുന്നത്. ഇതൊരു പുതിയൊരു കമ്മിറ്റി വന്ന പുതിയൊരു ഇത് വന്നതിന് ശേഷമാണ് ഇത് ഈ ഒരു ലൈനിലേക്ക് മാറിപ്പോയത്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു? നമ്മുടെ ഉണ്ട് സ്റ്റാഫുകൾ തന്നെയുണ്ട്, പഴയ സ്റ്റാഫുകൾ തന്നെയുണ്ട്. ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, സമാധാനപരമായി നടന്നിരുന്ന സമരം അത് പിന്നീട് ഒരു അക്രമത്തിലേക്ക്, സംഘർഷത്തിലേക്ക് വഴിമാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നിൽ ഒരു വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണോ ഫ്രഷ് കട്ട് ഉടമകൾ പറയുന്നത്? തീർച്ചയായും ഈ ഒരു സമരത്തിന് പിന്നിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഫ്രഷ് കട്ട് അധികൃതരുടെ ഈ ആരോപണമുള്ളത്. അതായത് വർഷങ്ങളായി ഇവിടെ ഈ നാട്ടുകാർ സമരം നടത്തുന്നുണ്ട്. അതിലൊന്നിൽ പോലും ഇത്തരത്തിലൊരു വലിയ ആക്രമണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ കമ്പനിയിൽ വരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന് പറഞ്ഞ് പലതവണ ചർച്ച നടത്തുന്നു. എന്നാൽ ആ ചർച്ചയിലൊന്നും പ്രശ്നങ്ങൾ തീർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സമരസമിതിയിലുള്ള വിരലിലെണ്ണാവുന്ന ചില ആളുകൾ ശ്രമിച്ചത്. അത്തരത്തിലുള്ള ആളുകളുടെ അജണ്ടയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഫ്രഷ് കട്ടിൽ നടന്ന തീവയ്പ് എന്ന തരത്തിലുള്ള ആരോപണമാണ് ഫ്രഷ് കട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത്. അതിനായി ഇവർ സ്ത്രീകളെയും കുട്ടികളെയും പോലീസിനെ പ്രതിരോധത്തിലാക്കാനായി സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ഏകദേശം 5 കോടി രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഫ്രഷ് കട്ട് ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികളിലേക്കും കൂടി ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ പോകുന്നുണ്ട്. ഇന്ന് ഫോറൻസിക് വിദഗ്ധരുടെ, ഇത് കൂടാതെ ഫിംഗർ പ്രിന്റ് അടയാളത്തിന്റെ വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടന്നു വരികയാണ്. അത്തരത്തിൽ നിരവധിയായ പരിശോധനകളും മറ്റും പോലീസ് നടപടികളും ഒക്കെ നടന്നു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ പോലീസ് ഈ സമരങ്ങളെയൊക്കെ അടിച്ചമർത്താനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് സമരസമിതിയുടെ ആരോപണം. അത്തരത്തിൽ ഈ സമരസമിതിയുടെയും ഫ്രഷ് കട്ട് അധികൃതരുടെയും ഭാഗത്തുനിന്ന് തുടർച്ചയായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ പല ആളുകളെയും ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ പോലീസുകാരും നാട്ടുകാരും ഒക്കെ ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അടക്കം ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും വലിയ ഗൂഢാലോചന, ആസൂത്രണം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഫാം ഉടമകളുടെ വാദം. ഫ്രഷ് കട്ട് ഫാം ഉടമകളുടെ വാദം. ദൃശ്യ പുതിയയിടത്താണ് വിവരങ്ങൾ നൽകിയത്.